ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചായയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും കട്ടൻ ചായ അല്ലേ ഇത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്പരത്തി വെച്ചുള്ളൊരു ചായയാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഞാനൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട് ചെമ്പരത്തി പൂ. നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. നമുക്കതിൻ്റെ ഇതളുകൾ മാത്രം മതി ചായ ഉണ്ടാക്കാൻ വേണ്ടി. പാകത്തിന് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു 7 പൂവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതളുകൾ മാത്രം കിള്ളി എടുത്ത് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ചെമ്പരത്തി പൂവ് വെച്ച് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി സാധനങ്ങളും കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഈ നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന ചെമ്പരത്തിപ്പൂവ് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് കൺട്രോൾ ആകാനും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കാനും വളരെ നല്ലതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തുളസിയും പനിക്കൂർക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ എപ്പോഴും നമ്മുടെ വയറൊക്കെ ശുദ്ധിയാക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 ഏലയ്ക്ക നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം അതും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വളരെ ഗുണമാണ്. നമുക്കിപ്പോൾ പനിയോ ക്ഷീണോ ശരീരവേദന നീർക്കെട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും. പാകത്തിന് ഒരല്പം പഞ്ചസാരയും ഒരല്പം തേയിലയും മാത്രമിട്ട് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ ചെമ്പരത്തിപ്പൂ പണ്ടുകാലം മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ്. താളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ സ്കിന്നിനും ചെമ്പരത്തിപ്പൂവിൽ മെയിനായിട്ട് വൈറ്റമിൻ സി നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊളാജിൻ നന്നായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സ്കിന്നിന് നല്ലൊരു തിളക്കം ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഈ ചെമ്പരത്തി നല്ലതാണ്. നമ്മുടെ ലിവറിന് നല്ലതാണ്. അങ്ങനെ നോക്കുവാനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ചെമ്പരത്തിപ്പൂവിന്. അപ്പോൾ നമ്മുടെ തൊടിയിലൊക്കെ ഒരുപാട് വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ്. അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെ ചായ ഉണ്ടാക്കിയും ചെറിയൊരു താളി ഉണ്ടാക്കിയൊക്കെ തലയിലൊക്കെ തേക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മളെ പ്രകൃതിയായിട്ട് തന്നെ ഇണങ്ങി ജീവിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നന്നായി തിളപ്പിച്ച് നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും. ഞാനിതിപ്പം മെയിനായിട്ട് എനിക്ക് ഈ പനി വന്നപ്പോഴത്തേക്കും ഭയങ്കര ശരീരവേദനയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ആൻറ്റിയാണ് എനിക്കിങ്ങനെ ചെയ്ത് കുടിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിക്കണം ഇടയ്ക്ക്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്